ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കുറേ കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മിക്സ്ചേഴ്സിനെ കുറിച്ച് അധികം ഞാൻ പറയുന്നില്ല. മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഒരുപാട് ടോപ്പിക്കിൽ മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ മാത്രമല്ല, നമുക്ക് പല ക്വസ്റ്റ്യൻസിലും പല ടോപ്പിക്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് അല്ലേ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡും അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം നമ്മൾ ഇതിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയുന്നതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് എങ്ങനെയാണ് അലിഗേറ്റ് ചെയ്യേണ്ടത്, അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അലിഗേഷൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ, ഇപ്പം ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി ഉള്ള ഒന്നാമത്തെ ഒരു സംഭവവും വേറൊരു ക്വാളിറ്റി ഉള്ള രണ്ടാമത്തെ ഒരു സംഭവവും, രണ്ട് വസ്തുക്കൾ, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് മൂന്നാമതൊരു വസ്തു നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി അലിഗേറ്റ് ചെയ്താൽ, അതായത് ഇങ്ങനെ ഇടുക, ഒന്നാമത്തതിൻ്റെ ക്വാളിറ്റി Q1, രണ്ടാമത്തതിൻ്റെ ക്വാളിറ്റി Q2, ഇത് രണ്ടും കൂടെ അലിഗേറ്റ് ചെയ്ത് വരുന്ന ഏവറേജ് ക്വാളിറ്റി, ആ ഫോം ചെയ്യുന്ന വസ്തുവിൻ്റെ ക്വാളിറ്റി Q എന്നും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിൻ്റെ റേഷ്യോ ക്വാണ്ടിറ്റിയുടേതായിരിക്കും. ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ക്വാണ്ടിറ്റി ആണ്. നമുക്ക് N എന്ന് കൊടുക്കാം, ഈ എണ്ണം കാണിക്കാൻ നമ്പർ എന്നുള്ള രീതിയിൽ N1:N2 എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം അലിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ക്രോസ് ചെയ്ത് ഡിഫറൻസ് എടുക്കാം, അതേപോലെ ഇപ്പുറത്തും ക്രോസ് ചെയ്ത് ഡിഫറൻസ് എടുക്കുക. അതായത് ഈ N2ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് Q1ഉം Qയും തമ്മിലുള്ള ഡിഫറൻസും, N1ൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടേണ്ടത് Q2ഉം Q1ഉം തമ്മിലുള്ള ഡിഫറൻസും ആയിരിക്കും. ഇതാണ്. അപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനനുസരിച്ച് ഈ ക്വാളിറ്റിയും അതേപോലെ ക്വാണ്ടിറ്റിയും, ഓക്കെ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അഥവാ എണ്ണവും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആലോചിച്ചാൽ മതി, ക്വാളിറ്റി അലിഗേറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ച് പറയാവേ. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഗ്രോസർ വിഷസ് ടു സെൽ എ മിക്സ്ചർ ഓഫ് 2 വെറൈറ്റി ഓഫ് പൾസസ് വർത്ത് ₹16 per kilogram. In what ratio must he mix the pulses to reach this selling price? When cost of one variety of pulses is ₹14 per kilogram and the other is ₹24 per kilogram. അതായത് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 14 രൂപ കിലോഗ്രാമിന് വില വരുന്ന ഒരു പൾസ് ധാന്യവും 24 രൂപ വില വരുന്ന ധാന്യവും ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്താലാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആ രണ്ട് വെറൈറ്റി പൾസിൻ്റെയും വേർത്ത് എന്തായിരിക്കണം? 16 രൂപയായിരിക്കണം. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പൾസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി ഓഫ് പൾസിൻ്റെ വില 14 per കിലോഗ്രാമും രണ്ടാമത്തെ വെറൈറ്റിയുടെ വില 24. ഓക്കെ, ഒന്നാമത്തതിൻ്റെ ക്വാളിറ്റി Q1, രണ്ടാമത്തതിൻ്റെ ക്വാളിറ്റി Q2. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇതിൻ്റെ വേർത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടും മിക്സ് ചെയ്താലുള്ള പ്രൈസ് 16. അപ്പോൾ ഇവിടെ നമുക്ക് അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 14 രൂപ വില വരുന്ന പൾസിൻ്റെയും 24 രൂപ വില വരുന്ന പൾസിൻ്റെയും ക്വാണ്ടിറ്റി, അതിൻ്റെ വെയ്റ്റിൻ്റെ റേഷ്യോ, ഇവിടെ ക്വാണ്ടിറ്റി കാണിച്ചിരിക്കുന്നത് വെയ്റ്റിലല്ലേ, വെയ്റ്റിൻ്റെ റേഷ്യോയിലായിരിക്കും. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്? രണ്ടും ഏത് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് എന്നാണ്, ആ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതാ നോക്കിക്കേ, ഇങ്ങനെ ക്രോസ് ചെയ്ത ഡിഫറൻസ് എടുക്കുമ്പം 16ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 2. ഇവിടെ എടുക്കുന്ന സമയത്ത് 16ഉം 24ഉം വലുതെന്ന് ചെറുത് മൈനസ് ചെയ്താൽ മതി. 24 - 16 8. 8:2 അല്ലെങ്കിൽ 4:1 ആണ് ഇവിടുത്തെ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി കിലോഗ്രാം ഓഫ് wheat costing ₹20 per kilogram must be mixed with 28 kilogram of wheat costing ₹15 per kilogram so that the resultant mixture costs ₹18 per kilogram.
20 രൂപ കിലോയ്ക്ക് വരുന്ന വീറ്റ് 28 കിലോഗ്രാം 15 രൂപ വില വരുന്ന മറ്റൊരു വീറ്റുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ വെറൈറ്റി വീറ്റിന്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ക്വാളിറ്റി അലിഗേറ്റ് ചെയ്യാം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെറൈറ്റി വീറ്റിന്റെ വില 20 രൂപ, രണ്ടാമത്തതിന്റെ വില 15, രണ്ടും കൂടെ മിക്സ് ചെയ്താൽ കിട്ടുന്ന ഏവറേജ് പ്രൈസ് 18. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, എപ്പോഴും ഇവിടെ ഏവറേജ് വാല്യൂ ആണ്. ഈ ഒരു 3 വാല്യൂസ് എന്ന് പറയുന്നത് ഒരേ ആൾക്കാരുടേതാണ്, അല്ലെ, ഒരേ ടൈപ്പിൻ്റെതാണ്, ക്വാളിറ്റിയുടേതാണ്. അപ്പൊ ഇതിൽ ഒരു ക്വാളിറ്റി ഹയർ ക്വാളിറ്റിയും ഒന്നെന്തായിരിക്കും, ലോ ക്വാളിറ്റിയും ആയിരിക്കും. രണ്ടും മിക്സ് ചെയ്ത് കിട്ടുന്ന ഈ നടുവിലുള്ള വാല്യൂ എപ്പോഴും ഏവറേജ് ആയിരിക്കും. ഏവറേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏവറേജ് എന്നല്ല, ഡയറക്റ്റ് അല്ല, ഏവറേജ് ക്വാളിറ്റി ആണ്. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഇടക്കുള്ള വാല്യൂ ഒന്നിനേക്കാളും ചെറുതും മറ്റേതിനേക്കാളും വലുതുമായിരിക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ നമുക്ക് 20 രൂപ വില വരുന്ന വീറ്റിന്റെയും 15 രൂപ വില വരുന്ന വീറ്റിന്റെയും ക്വാണ്ടിറ്റി, അതിന്റെ വെയിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് 20 - 18 2, 18 - 15 3. 3:2 എന്ന് പറയുന്ന അനുപാതത്തിലാണ് രണ്ടും മിക്സ് ചെയ്തത്. ഇതിൽ എന്ത് തന്നിട്ടുണ്ട്? 15 രൂപ വില വരുന്ന വീറ്റ് എത്ര കിലോഗ്രാം ഉണ്ട്? 28 കിലോഗ്രാം ആണല്ലേ. അതായത് ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 28 കിലോഗ്രാം ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൗ മെനി കിലോഗ്രാം ഓഫ് വീറ്റ് കോസ്റ്റിംഗ് ₹20 per kilogram. 20 രൂപ വില വരുന്ന എത്ര വീറ്റ് ഉണ്ട്, അഥവാ 3 യൂണിറ്റ് എത്ര? 2 യൂണിറ്റ് 28 ആണെങ്കിൽ 3 യൂണിറ്റ് കാണാൻ 2 × 14 ആണ് 28. അപ്പൊ ഇവിടെ നമ്മൾ 3 × 14 ചെയ്താൽ മതി. 30ഉം 12ഉം 42 കിലോഗ്രാം ആണെന്ന് പറയാൻ സാധിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്തും ആവുക കേട്ടോ. ഇവിടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലെ ബോയ്സ് ആൻഡ് ഗേൾസിനെയാണ്. നോക്കിക്കേ, ആവറേജിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാം. ഇൻ എ ക്ലാസ് ദർ were 9 boys and some girls. In a test, the average score obtained by the boys was 12, while that obtained by the girls was 14. If the overall average was 13.1, what was the total number of students in the class? അതായത് 2 വസ്തുക്കൾ പോലെ തന്നെ 2 കാറ്റഗറി ഓഫ് ആളുകളാണല്ലേ. ക്ലാസ്സിൽ ബോയ്സും ഉണ്ട്, കുറച്ച് ഗേൾസും ഉണ്ട്. ഒരു ടെസ്റ്റിൽ ബോയ്സിന്റെ ആവറേജ് സ്കോറ് 12ഉം ഗേൾസിന്റെ ആവറേജ് സ്കോർ 14. ഈ മാർക്ക് കിട്ടുന്നത് നമുക്ക് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അതേപോലെ ഓവറോൾ ആവറേജ് തന്നിട്ടുണ്ട്. മൊത്തം ക്ലാസിന്റെ ഇവരുടെ കമ്പൈൻഡ് ആവറേജ് എന്ന് പറയുന്നത് 13.1 വരണമെങ്കിൽ ഇവിടെ നമുക്ക് അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് എന്തിന്റെ റേഷ്യോ ആയിരിക്കണം? ഇവിടെ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ അലിഗേറ്റ് ചെയ്തത്. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബോയ്സിന്റെയും നമ്പർ ഓഫ് ഗേൾസിന്റെയും റേഷ്യോ ആണ് കിട്ടേണ്ടത്. സോ റേഷ്യോ എടുക്കാൻ വേണ്ടി 13.1 12 മൈനസ് ചെയ്താൽ ഇവിടെ 1.1 വരും. 14 - 13.1 0.9. റേഷ്യോ എടുക്കുമ്പം രണ്ടിലും നമുക്ക് ഡെസിമലിന്റെ സ്പേസ് ഒരേപോലെ, ഡെസിമൽ ഒരേ ഇതാ വരുന്നത് അല്ലേ. അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 9:11 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ളത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കാണാനാണ്. ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ റേഷ്യോ 9:11. ആൻഡ് നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്. അതായത് ബോയ്സിന്റെ എണ്ണം 9 യൂണിറ്റ് എന്ന് പറയുന്നത് 9 ആണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബോയ്സ് ആൻഡ് ഗേൾസ് ടുഗദർ ആണല്ലേ. 9 + 11 20 യൂണിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 9 യൂണിറ്റ് 9 ആണെങ്കിൽ 20 യൂണിറ്റ് 20 ആണ് ആൻസർ വരേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ആവറേജ് തന്നെ വരുന്ന ഇതേ മാർക്കിൽ വെച്ചിട്ട് തന്നെ വരുന്നതാണ്. ദ മീൻ സ്കോർ ഇൻ എ ടെസ്റ്റ് ഓഫ് ദ 10 ബോയ്സ് ഇൻ എ ക്ലാസ് വാസ് 15, while the overall mean of the 25 students in the class was 16.2. What was the mean score of the girls? ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. അതിൽ ബോയ്സിന്റെ ആവറേജ് 10 ബോയ്സ് ആണ് ക്ലാസ്സിലുള്ളത്. അവരുടെ ശരാശരി മാർക്ക് 15 ആണ്.
ഓവറോൾ ആവറേജ് തന്നിട്ടുണ്ട്. ഓവറോൾ മീൻ ഓഫ് 25 സ്റ്റുഡൻസ്, മൊത്തം ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഓവറോൾ ആവറേജ് 16.2 ആണ്. വാട്ട് വാസ് ദ മീൻ സ്കോർ ഓഫ് ഗേൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ വാല്യൂ നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മക്കളെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്നറിയോ? ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടേണ്ട ഡിഫറൻസിന്റെ റേഷ്യോ നമുക്കിവിടെ കിട്ടും. കാരണം ക്ലാസ്സിലുള്ള ബോയ്സ് ആൻഡ് ഗേൾസ് എടുക്കുകയാണെങ്കിൽ ബോയ്സ് 10 ആണ്, 10 ബോയ്സും ടോട്ടൽ 25 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 25-ൽ 10 ബോയ്സ് ആണെങ്കിൽ ബാക്കി 15 ഗേൾസും. അതായത് ഇവിടെ റേഷ്യോ വരുന്നത് 2:3 ആണല്ലേ. നിങ്ങളിവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടേണ്ട റേഷ്യോ 2:3 എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസും ഇങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഈ ഡിഫറൻസും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3 ആണ് വരേണ്ടത്. അതിൽ ഒരു സൈഡ് നമുക്കിവിടെ കിട്ടും 16.2 മൈനസ് 15 എത്രയാ വരുന്നത്? ഇവിടെ വരേണ്ടത് 1.2 ആണ്. അപ്പോൾ നോക്കിയ റേഷ്യോയിൽ 3 യൂണിറ്റ് ആണ് 1.2 അല്ലേ. 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 0.4 ആണ് 1.2. അപ്പോൾ ഇവിടെ വരേണ്ട വാല്യൂ, ഇവിടെ നമ്മൾ ക്രോസ് ചെയ്ത് കിട്ടേണ്ട ഡിഫറൻസിൻ്റെ വാല്യൂ 2 യൂണിറ്റ് അഥവാ 2 × 0.4 അല്ലേ. 2 × 0.4 0.8 ആണ്. അതായത് മക്കളെ ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് 0.8 ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇത് മിഡിൽ വരുന്ന വാല്യൂ ആണ്. അതിനേക്കാൾ ഒരാൾ ചെറുതും ഒരാൾ വലുതും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. 16.2-നേക്കാളും ചെറിയ ആളെ നമുക്ക് തന്നിട്ടുണ്ട്, വലിയ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം വലിയ ആളെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 16.2 ആണ് 0.8. അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? 16.2-നോട് 0.8 ആഡ് ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 17. ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 17 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഓഫ് തണ്ട സർബത്ത് ഹാസ് 15% ഷുഗർ. Another solution has 5% sugar. How many liters of the second solution must be added to the 20 liter of first solution to make a solution of 10% sugar? ഇത് സത്യം പറഞ്ഞാൽ മിക്സ്ചറിലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. മിക്സ് ചെയ്യുന്ന കേസാണ്, മിക്സ്ചേഴ്സ് മിക്സ് ചെയ്യുന്ന കേസാണ്. ഇവിടെ 2 കാര്യങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ടേ. ഒന്നാമത്തത് തണ്ട സർബത്ത്, ഒരു ടൈപ്പ് ഓഫ് സർബത്താണ്. ആ സർബത്തിൽ എന്തുണ്ട്? 15% ഷുഗർ കണ്ടന്റ് ഉണ്ട് അല്ലേ, ഷുഗർ കോൺസെൻട്രേഷൻ ആണ്. വേറൊരു സൊല്യൂഷൻ ഉണ്ട്, അതിൽ 5% ഷുഗർ കോൺസെൻട്രേഷൻ ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ദ സെക്കൻഡ് സൊല്യൂഷൻ, 5% ഷുഗർ കോൺസെൻട്രേഷൻ വരുന്ന എത്ര സൊല്യൂഷൻ ആണ് നമ്മൾ മസ്റ്റ് ബി ആഡഡ് ടു 20 ലിറ്റർ ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ. 15% ഷുഗർ കോൺസെൻട്രേഷൻ വരുന്ന 20 ലിറ്റർ സൊല്യൂഷനിലോട്ട് ഒഴിക്കേണ്ടത്. സച്ച് ദാറ്റ് എന്ത് ചെയ്യണം? നമുക്ക് മൊത്തത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് 10% ആയിട്ട് മാറണം. അതായത് ഇവിടെ നമ്മൾ അലിഗേറ്റ് ചെയ്യേണ്ട ക്വാളിറ്റി എന്താണ്? ഈ മിക്സ് ചെയ്യുന്ന സൊല്യൂഷന്റെ ഷുഗർ കണ്ടന്റ് അല്ലേ, ഷുഗർ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷന്റെ ഷുഗർ കണ്ടന്റ് 15%. അതിലോട്ട് മിക്സ് ചെയ്യുന്ന രണ്ടാമത്തതിൻ്റെത് 5%. രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അവിടെ വരുന്ന ഷുഗർ കണ്ടന്റ് 10%. ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടേണ്ട ഈ രണ്ടും മിക്സ് ചെയ്യേണ്ട റേഷ്യോ എന്ന് പറയുന്നത്, ഇത് രണ്ടും മിക്സ് ചെയ്ത് 10% ആവണമെങ്കിൽ ഈ 2 ടൈപ്പ് ഓഫ് സൊല്യൂഷനും മിക്സ് ചെയ്യേണ്ട റേഷ്യോ കാണാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലിഗേഷൻ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, 15 മൈനസ് 10 5, 10 മൈനസ് 5 5. അതായത് ഈ 2 സൊല്യൂഷനും 1:1 റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ സൊല്യൂഷന് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് സെക്കൻഡ് സൊല്യൂഷൻ മസ്റ്റ് ബി ആഡഡ് ടു 20 ലിറ്റർ ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ. ആദ്യത്തെ ഈ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 ലിറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? 20 ലിറ്റർ ആയിരിക്കണം അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പേ മക്കളെ, നമ്മുടെ ഇപ്പോൾ ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന SSCയിലെയും RRBയിലെയും 2 ബാച്ചസിനെ കുറിച്ച് ഒന്ന് പറയാം.
ഒന്നാമത്തത് നമ്മുടെ SSCക്ക് അടുത്ത 2026 SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അതായത് എല്ലാ എക്സാംസിനും 10th മുതൽ ഡിഗ്രി വരെ ക്വാളിഫിക്കേഷൻ വരുന്ന ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാംസിനും നമ്മൾ ആ ഒരു ജനറൽ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. ഇത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് September 25-നാണ് കേട്ടോ. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അതേപോലെ റെയിൽവേയിൽ നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇപ്പം നവംബറിലാണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട് അതൊന്ന് പോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ചാണ്. അതായത് പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാളും പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബാച്ചാണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റിൽ നിന്നും എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി മിന്നൽ PYQ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് September 17 ആണ് കേട്ടോ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ക്ലാസ്സസ് ഒക്കെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The amount of water in milliliter that should be added to reduce 7 ml lotion containing 70% alcohol to a lotion containing 35% alcohol is. അതായത് നമുക്കൊരു 7 മില്ലി ലോഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, ക്വാണ്ടിറ്റി ആണ് 7 ml. ആ ലോഷന്റെ പ്രത്യേകത അതിൽ 70% ആൽക്കഹോൾ ആണ്. ആ ഒരു ആൽക്കഹോൾ കോൺസെൻട്രേഷൻ നമ്മൾ എന്തിലോട്ട് മാറ്റണം? 35% റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നാണ്. അതായത് നമ്മുടെ കയ്യിൽ ലോഷൻ ഉണ്ട്, അതിലോട്ട് മിക്സ് ചെയ്യുന്നത് പ്യുവർ വാട്ടർ ആണ്. അതിൽ എന്തിലാണ് മാറ്റം വരുന്നത്? ആൽക്കഹോൾ കോൺസെൻട്രേഷനിലാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് എന്ത് കൺസിഡർ ചെയ്യാം? ഈ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ലോഷൻ്റെ 7 ml ക്വാണ്ടിറ്റി ഉള്ള ലോഷൻ്റെ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ 70%. വെള്ളത്തിലെ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എത്രയാ? എടാ വെള്ളം പ്യുവർ വാട്ടർ അല്ലേ, അതിൽ ആൽക്കഹോളൊന്നുമില്ല. അപ്പം വെള്ളം എന്ന് പറയുന്നത് 100% വാട്ടറാണ്. ആൽക്കഹോൾ കോൺസെൻട്രേഷൻ നമുക്ക് 0% കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന, അതായത് ഈ ലോഷനിലോട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ലോഷനിലുള്ള ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എത്രയായി മാറുന്നുണ്ട്? 35%. ഇങ്ങനെയായി മാറണമെങ്കിൽ ഈ ലോഷനും വാട്ടറും മിക്സ് ചെയ്തിരിക്കുന്ന റേഷ്യോ എന്താണ്? 70 - 35, ഇവിടെ 35 വരും. 35 - 0 എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? 35. അതായത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ലോഷൻ്റെ ക്വാണ്ടിറ്റി അറിയാം അല്ലേ. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 7 ml ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 7 ml ആണ്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് എത്രയാണ്? 7 ml വെള്ളം തന്നെയാണ് അതിലോട്ട് ഒഴിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുത്തതെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അലിഗേഷൻ യൂസ് ചെയ്യുന്ന അതല്ലാത്ത ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കുന്നത്. അതായത് മിക്സ്ചർ എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഞാനിവിടെ വേണ്ട ഒരു കാര്യം നമുക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴും A+B = C, അതായത് ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യത്തേതിൻ്റെ ക്വാണ്ടിറ്റിയും രണ്ടാമത്തേതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ മിക്സ് ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഈ ഒരു ക്വാളിറ്റി അലിഗേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are 180 multiple choice questions in a test. A candidate gets 4 marks for every correct answer, and for every unattempted or wrongly answered questions, 1 mark is deducted from total score of correct answers. If a candidate scored 450 marks in the test, how many questions did he answer correctly? ഇവിടെ എക്സാമിന്റെ മാർക്ക് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന്റെ മാർക്കിന്റെ കേസാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ മാർക്കാണ് എന്തായിട്ട് എടുക്കേണ്ടത്? നമ്മൾ ക്വാളിറ്റി ആയിട്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ഉത്തരം ശരിയാക്കിയാൽ 4 മാർക്കാ. തെറ്റിക്കുക അല്ലെങ്കിൽ അൺഅറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റൈറ്റ് ആൻസർ ആണെങ്കിൽ 4 മാർക്ക്, റോങ് അല്ലെങ്കിൽ അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ 1 മാർക്ക് റെഡ്യൂസ് ചെയ്യും, അഥവാ -1 ആണ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കാം. 180 ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ നോക്കാം, ഈ 180 ക്വസ്റ്റ്യൻസും റൈറ്റ് ആൻസേഴ്സ് ആയിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടിയേനെ? ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് 180 × 4
720 മാർക്ക് കിട്ടിയേനെ. നേരെ മറിച്ച് 180 ക്വസ്റ്റ്യൻസും റോങ് അല്ലെങ്കിൽ അൺഅറ്റംപ്റ്റഡ് ആയിരുന്നെങ്കിലോ 180 ഇൻറ്റു -1 -180 മാർക്ക് ആയിരുന്നു കിട്ടേണ്ടത്. ഇത് രണ്ടും ശരിക്കും കിട്ടിയതല്ല കേട്ടോ, രണ്ട് എക്സ്ട്രീം പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തതാണ്. എല്ലാം ശരിയായിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു, എല്ലാം തെറ്റിച്ചാൽ എത്ര കിട്ടും. ഇനി ഇതാണ് നമ്മൾ ക്വാളിറ്റി 1ഉം ക്വാളിറ്റി 2 ആയിട്ട് എടുക്കുന്നത്. ഇനി ആവറേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും കിട്ടിയ റിയാലിറ്റിയിൽ എത്ര സ്കോർ ചെയ്തു, എത്രയാണ് 450 മാർക്ക്, അത് നമ്മൾ നടുവിൽ എഴുതും. ഇനി നമുക്ക് എന്ത് കിട്ടും, അലിഗേറ്റ് ചെയ്ത ഡിഫറൻസ് എടുത്താൽ എത്ര ശരി ഉത്തരം എത്ര തെറ്റ് അല്ലെങ്കിൽ അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടും. 720 - 450 എന്ന് പറയുമ്പോൾ എന്ത് വരും, 270 വരും. 450 ശ്രദ്ധിക്കണേ, 450 ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്, മൈനസ് ഓഫ് -180. അപ്പൊ എഫക്റ്റീവ്ലി 450 പ്ലസ് 180 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 630 വരും. 0 ക്യാൻസൽ ചെയ്തു. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടി, റേഷ്യോ എടുക്കുമ്പം റൈറ്റ് ആൻസേഴ്സിൻ്റെയും റോങ് ഓർ അൺഅറ്റംപ്റ്റഡ് ആൻസേഴ്സിൻ്റെയും റേഷ്യോ 63-ൽ 9 7 തവണ, 27-ൽ 9 3 തവണ, 7:3. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, 10 യൂണിറ്റ് എന്ന് പറയുന്നത് 180 ആണെങ്കിൽ എത്ര ഉത്തരം ശരിയാക്കി എന്നാണ് അല്ലേ, റൈറ്റ് ആൻസേഴ്സിന്റെ എണ്ണം 7 യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 18 ആണ് 180. അപ്പം നമ്മുടെ ആൻസർ വരേണ്ടത് 7 ഇൻറ്റു 18, 126 ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a zoo, there are rabbits and pigeons. If heads are counted, there are 200, and if legs are counted, there are 580. How many pigeons are there? സൂന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ഇക്വേഷൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അലിഗേഷൻ വെച്ച് ചെയ്യാം. ഒരു സൂവിൽ രണ്ട് കാറ്റഗറി ഓഫ് ആനിമൽസ് ഉണ്ട് അല്ലേ, റാബിറ്റ്സും ഉണ്ട് പീജിയൻസും ഉണ്ട്. ഹെഡ് കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ കൗണ്ട് ആണല്ലേ, റാബിറ്റ്സിന്റെ എണ്ണം പ്ലസ് പീജിയന്റെ എണ്ണം ടോട്ടൽ എന്താണ് 200 ആണ്. ലെഗ് കൗണ്ട് ചെയ്താൽ, ലെഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ആണ് അല്ലേ, കാരണം റാബിറ്റിന്റെ കാലുകളുടെ എണ്ണവും പീജിയന്റെ കാലുകളുടെ എണ്ണവും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ക്വാളിറ്റി ആയിട്ട് എടുക്കുന്നത് ലെഗ് ആണ്, രണ്ടിനും 2 ഡിഫറെന്റ് വാല്യൂ വരുന്നത്. ഓക്കെ, ആ ലെഗ് കൗണ്ട് ചെയ്താൽ ടോട്ടൽ 580 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് റാബിറ്റിന് 4 കാലും പീജിയന് 2 കാലും ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇതെല്ലാം റാബിറ്റ് ആയിരുന്നെങ്കിൽ, മൊത്തത്തിൽ 200 അനിമൽസ് ആണ്, അപ്പൊ 200ഉം റാബിറ്റ് ആയിരുന്നെങ്കിൽ എത്ര കാലുകൾ വേണമായിരുന്നു, 200 ഇൻറ്റു 4 800 കാലുകൾ വേണമായിരുന്നു. നേരെ മറിച്ച് 200ഉം പീജിയൻസ് ആയിരുന്നെങ്കിൽ 200 ഇൻറ്റു 2 400 കാലുകൾ വേണമായിരുന്നു. ശരിക്കും എത്ര കാലാണുള്ളത്, 580. അപ്പൊ ഇവിടെ അലിഗേറ്റ് ചെയ്ത ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, റാബിറ്റ്സിന്റെയും പീജിയന്റെയും എണ്ണത്തിന്റെ റേഷ്യോ കിട്ടും. 800 - 580 എന്ന് പറയുമ്പോൾ എത്ര വന്നു, 220 ആണല്ലേ, 220. 580 - 400 180. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9:11 ആണ് റേഷ്യോ എന്ന് കിട്ടും. ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്കറിയാം 9 + 11 20 യൂണിറ്റ് 200 ആണെങ്കിൽ പീജിയൻസിന്റെ എണ്ണം അഥവാ 11 യൂണിറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് എന്തായിരിക്കണം, 110. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇട്ട് വെക്കാം. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് ആൻസർ പറയാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. അടുത്ത നമുക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ എങ്ങനെയാണ് അലിഗേഷൻ വർക്ക്ഔട്ട് ആവുക എന്നുള്ളതാണ്. ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ അലിഗേഷൻ വരുമ്പോൾ എന്തോ കാര്യം അലിഗേറ്റ് ചെയ്തിട്ട് ഡിഫറൻസിന്റെ റേഷ്യോ എന്തോ ആയിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവേ. സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അലിഗേറ്റ് ചെയ്തിട്ട് ആവറേജ് സ്പീഡ് ഓർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ ടൈമിൻ്റെതാണ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഒരു സ്പീഡിലും വേറൊരു ഡിസ്റ്റൻസ് വേറൊരു സ്പീഡിലും ട്രാവൽ ചെയ്യുമ്പോൾ
അവിടെ വരുന്ന സമയത്തിന്റെ റേഷ്യോ, രണ്ട് സ്പീഡിലും ട്രാവൽ ചെയ്ത സമയത്തിന്റെ റേഷ്യോ. പക്ഷേ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ എത്ര ദൂരം വെച്ച് ട്രാവൽ ചെയ്തു എന്നുള്ള ആ D1 D2 അല്ല കൊടുക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എ പേഴ്സൺ ട്രാവൽസ് 255 കിലോമീറ്റർ ഇൻ 7 hours in 2 stages. ഫസ്റ്റ് പാർട്ട് ഓഫ് ജേർണി ഹി ട്രാവൽസ് ബൈ ബസ്. കണ്ടോ, മൊത്തം 255 കിലോമീറ്ററിൽ ആദ്യത്തെ പാർട്ട് ഇയാൾ ബസ്സിൽ ട്രാവൽ ചെയ്യാണ് 30 km/h. സെക്കൻഡ് പാർട്ട് ഓഫ് ജേർണി ഇയാൾ ട്രെയിനിൽ 45 km/h ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ബസ്സിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്പീഡാണ് കേട്ടോ, സ്പീഡാണ് നമുക്ക് അലിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതിയേ. അപ്പോൾ ഒന്നാമത്തെ സ്പീഡ്, രണ്ടാമത്തെ സ്പീഡും. ഒന്നാമത്തെ സ്പീഡ് പറയുന്നത് ബസ്സിൻ്റെതല്ലേ, ബസ് 30 km/h സ്പീഡിലും രണ്ടാമത്തെ ട്രെയിൻ 45 km/h സ്പീഡിലുമാണ് ട്രാവൽ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആവറേജ് സ്പീഡ് കൊടുക്കാം. പക്ഷെ ഞാൻ ആവറേജ് ആയിട്ട് കൊടുക്കാത്തത് നമുക്ക് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് വെച്ചാണ് തൽക്കാലം അലിഗേറ്റ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റൻസ് വെച്ചെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി ശരിക്കും സ്പീഡിൻ്റെതാണ് കേട്ടോ. അതിങ്ങനെ വിചാരിച്ചാൽ മതി. ഇവിടെ ടോട്ടൽ ടൈം തന്നിട്ടുണ്ടല്ലോ, മൊത്തം ട്രാവലിന് എടുത്തിട്ടുള്ള സമയം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇയാൾ മൊത്തം ഈ സമയം മൊത്തത്തിൽ ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്തതെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തേനെ? 30 × 7 210 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്തേനെ. അതല്ല, മൊത്തത്തിൽ ഈ സ്പീഡിലായിരുന്നു ട്രെയിനിലായിരുന്നു ട്രാവൽ ചെയ്തതെങ്കിലോ 45 × 7 എന്ന് പറയുമ്പോൾ 280 35 315 കിലോമീറ്റർ ട്രാവൽ ചെയ്തേനെ. ശരിക്കും എത്രയാ ചെയ്യുന്നത്? 255 കിലോമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ രണ്ട് സ്പീഡിലും ട്രാവൽ ചെയ്ത സമയത്തിന്റെ റേഷ്യോ ആയിരിക്കും. ഓക്കെ, 210 255 ഡിഫറൻസ് 45, 255 - 315 40. റേഷ്യോ എടുക്കുന്ന സമയത്ത് 8 5 40. സോറി ഇത് 40 അല്ല കേട്ടോ, 60 ആണേ. ഇവിടെ 60. ഓക്കെ, 315 - 285 60. 60 45 റേഷ്യോ എടുക്കുന്ന സമയത്ത് 4:3 വരും അല്ലേ, 4:3. ടൈമിന്റെ റേഷ്യോ, അതായത് ബസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത സമയവും ട്രെയിനിൽ ട്രാവൽ ചെയ്ത സമയവും തമ്മിലുള്ള റേഷ്യോ ആണ്. ടോട്ടൽ ടൈം തന്നിട്ടുണ്ടല്ലോ 4 + 3 7 യൂണിറ്റ് എന്ന് പറയുന്നത് 7 hour ആണ്. നമുക്ക് കാണേണ്ടത് ബസ്സിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കാണാൻ ബസ്സിന്റെ സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എത്ര സമയം ട്രാവൽ ചെയ്തു എന്നുള്ളത് കിട്ടിയാൽ മതിയേ. ഇപ്പൊ 7 യൂണിറ്റ് 7 മണിക്കൂറാണെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 4 യൂണിറ്റ് 4 മണിക്കൂറാണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ബസ് എന്ന് പറയുന്നത് ബസ്സിന്റെ സ്പീഡ് 30 × ടൈം 4 120 കിലോമീറ്റർ ആണെന്ന് പറയാം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കേട്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇപ്പം നമ്മൾ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ഞാൻ പറഞ്ഞു സ്പീഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൂടാ, ആ സ്പീഡ് ആയിരുന്നെങ്കിൽ എത്ര ദൂരം എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് അലിഗേറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ ടൈമിൻ്റെതാണ് വരേണ്ടത്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 2 കേസസ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് ഓർ ലോസ്, P1 or L1. ഒന്നാമത്തെ ഒരു വസ്തു നിങ്ങൾ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ലോസിൽ വിൽക്കുന്നു പെർസെൻറ്റേജ്. രണ്ടാമത്തത് വേറൊരു പ്രോഫിറ്റ് ഓർ ലോസിൽ വിൽക്കുന്നു. അവിടെ വരുന്ന ആവറേജ് പ്രോഫിറ്റ് ഓർ ലോസും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോയിലായിരിക്കും. നോക്കാവേ. ട്രേഡർ ഹാസ് 760 kilogram of rice, a part of which he sells at 13% profit and the rest at 7% ലോസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം ലോസ് ആണെന്ന് കാണിക്കാൻ. ഇപ്പം ലോസ് എന്ന് പറയുമ്പോൾ -7. ഓവറോൾ ഇയാൾക്ക് കിട്ടുന്നത് 4% ഗെയിൻ ആണ്, പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? ഒന്നാമത്തെ ഐറ്റത്തിന്റെ പ്രോഫിറ്റ്, രണ്ടാമത്തെ ഐറ്റത്തിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് രണ്ടിന്റെയും കൂടെ ആവറേജും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ ഈ 2 ഐറ്റത്തിന്റെയും കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആയിരിക്കും. ഇവിടെ ഇത്ര കിലോഗ്രാം ഓഫ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒരേപോലത്തെ ഐറ്റം ആണ്.
അതായത് യൂണിറ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ടുള്ള. അപ്പം ഇവിടെ കോസ്റ്റ് പ്രൈസിന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റിന്റെ റേഷ്യോ ആണ് കേട്ടോ. 13 4 ഡിഫറൻസ് 9, 4 -7 11. അപ്പം ഈ രണ്ട് റൈസിന്റെ രണ്ടിന്റെയും വെയിറ്റ് 13% ലാഭത്തിൽ വിറ്റ അരിയുടെയും 7% നഷ്ടത്തിൽ വിറ്റ അരിയുടെയും വെയിറ്റിന്റെ റേഷ്യോ 11:9 വരും. ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്കറിയാം 20 യൂണിറ്റ് എന്ന് പറയുന്നത് 760 കിലോഗ്രാം ആണെങ്കിൽ 13% ഗെയിനിൽ വിറ്റിട്ടുള്ളത് 11 യൂണിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 760/20 × 11. 38 × 11 എന്ന് പറയുമ്പോൾ എത്ര വരും? 418 കിലോഗ്രാം ആണെന്ന് പറയാൻ സാധിക്കും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും കേട്ടോ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രമേശ് പർച്ചേസസ് എ ടേബിൾ ആൻഡ് എ ചെയർ ഫോർ ₹3,900. ഇത് അതേപോലെ വരുന്നതാണ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് വിൽക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജും രണ്ടാമത്തതിന്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ഓവറോൾ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് അല്ല, പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് ദ ചെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമേ. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പം ഒന്നാമത്തെ ടേബിളും പിന്നൊന്ന് ചെയറും. ഇവിടെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അതായത് മൊത്തത്തിൽ ഇതിലായിരുന്നു വിറ്റതെങ്കിൽ എന്ന് കൺസിഡർ ചെയ്തിട്ട് വാല്യൂ വെച്ച് അലിഗേറ്റ് ചെയ്യാം. അപ്പം ഈ ടേബിള് നമ്മൾ ടേബിളിനും ചെയറിനും കൂടിയാണ് ശരിക്കും കോസ്റ്റ് പ്രൈസ് ഇത് വരുന്നത്. ടേബിൾ ആണ് 8% ലാഭത്തിൽ വിൽക്കുന്നത്, ചെയർ 16% ലാഭത്തിലും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 8% ലാഭത്തിലായിരുന്നു ഇത് മൊത്തത്തിൽ വിറ്റതെങ്കിൽ എത്ര ലാഭം വന്നേനെ? അതായത് 39 × 8 വരും അല്ലേ? 39 × 8 എന്ന് പറയുമ്പോൾ എത്ര വരിക? 240 72 312 രൂപ ലാഭം വന്നേനെ. നേരെ മറിച്ച് മൊത്തത്തിൽ നമ്മൾ 16% ലാഭത്തിലായിരുന്നു വിറ്റതെങ്കിൽ 39 × 16 39 × 16 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 39 × 10 390 പ്ലസ് 180 54 എത്ര വരും? 9 5 14 8 22 ബാക്കി 2 600 അയ്യോ പോയല്ലോ 624 അല്ലേ? 624 വരുമായിരുന്നു. പക്ഷെ ശരിക്കും വരുന്ന ലാഭം എത്രയാണ്? 540. അപ്പൊ ഇവിടെ കിട്ടുന്ന ഡിഫറൻസിന്റെ റേഷ്യോ 540 - 312 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 228ഉം 624 - 540 84. ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ രണ്ടെണ്ണത്തിന്റെയും കോസ്റ്റ് പ്രൈസ് വരുന്നത്, ടേബിളിന്റെയും ചെയറിന്റെയും കോസ്റ്റ് പ്രൈസ് വരുന്നത്. നമുക്കത് കട്ട് ചെയ്യുന്ന സമയത്ത് 84 12 7 തവണ 12ഉം 9 7:19 ആണ് എന്ത് വരുന്നത്? റേഷ്യോ വരുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 26 യൂണിറ്റ് 3900 ആണെങ്കിൽ നമുക്ക് രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 19 - 7 12 യൂണിറ്റ് എത്ര എന്നുള്ളത് കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്യുന്ന സമയത്ത് 3900 ഡിവൈഡഡ് ബൈ 26 × 12 1800 ആണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ തൽക്കാലം നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യാണ്? ഞാൻ ഈ ഒരു സംഭവം നിർത്താണ്. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള മിസ്റ്റർ അലിഗേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരാനുണ്ട്. അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു സീരീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.